നമസ്കാരം. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ ടാറ്റ മോട്ടോഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ വിലയുള്ള ഇലക്ട്രിക് കാറുകളാണ് അവർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ടാറ്റയുടെ ഹാരിയറിൻ്റെ കുറേ കാലമായിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ റെഡി വേർഷനിൽ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിന്യ എന്ന് പറയുന്ന പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന അവിന്യ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അതിൽ ഒരു വാഹനം അതിൻ്റെ കോൺസെപ്റ്റ് വേർഷൻ അവരിപ്പോൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഹാരിയറിൻ്റെ അൺവീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അവിന്യയിലേക്ക് വരാം. അവിന്യ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ലക്ഷറി ഗ്ലോബൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ബ്രാൻഡാണ്. അത് ടാറ്റ മോട്ടോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാൻഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളായിരിക്കും ഈ ഒരു സീരീസിൽ വരുന്നത്. വില കൊണ്ട് വളരെ വലിയ വിലയുള്ള വാഹനങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ Activ.ev നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വാഹനങ്ങൾ നിർമ്മിക്കാം, ഡീസൽ വാഹനങ്ങൾ നിർമ്മിക്കാം, CNG നിർമ്മിക്കാം. അത് മാത്രമല്ല ഈ പറയുന്ന 300 മുതൽ 650 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്ന ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് Activ.ev പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് പഞ്ച് ആണ്. പഞ്ച് EVക്ക് ശേഷം ഇപ്പോൾ അവർ ഈ ഒരു എക്സ്പോയിൽ അൺവീൽ ചെയ്തിട്ടുള്ളത് Harrier.ev എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നിലവിൽ അവർ കാണിച്ചിട്ടുണ്ടായിരുന്ന Harrier.ev എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈനുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ബമ്പറിൻ്റെ താഴത്തേക്ക് വരുന്ന പോർഷനിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ ലോവർ പോർഷൻ നല്ല രീതിക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് മാത്രമല്ല താഴത്തേക്കൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 19 ഇഞ്ചിൻ്റെ വീലാണ് കൊടുത്തിട്ടുള്ളത്. ഡയമണ്ട് കട്ട് പാറ്റേണിലുള്ള എയറോഡൈനാമിക് പ്രപ്പോർഷനായിട്ട് കീപ്പ് ചെയ്യുന്ന എയറോഡൈനാമിക് ഡിസൈൻ ലാംഗ്വേജ് കീപ്പ് ചെയ്യുന്ന ഒരു അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലാണെന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് ഈ ഒരു വാഹനത്തെ കാണുമ്പോൾ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്ന മഹീന്ദ്രയുടെ BE6 എന്ന് പറയുന്ന വാഹനവും XEV9e എന്ന് പറയുന്ന വാഹനവും കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു വാഹനത്തെ കാണുമ്പോഴത്തേക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. കാരണം അതൊക്കെ പ്യുവറായിട്ടൊരു സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് Activ.ev പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ടാറ്റ ഇനി നല്ല രീതിക്ക് മത്സരം മഹീന്ദ്രയിൽ നിന്നും നേരിടും എന്ന് 100% ഉറപ്പാണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബമ്പറിൻ്റെ കോർണറിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ടാറ്റയുടെ വാഹനങ്ങളിൽ കാണുന്ന ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോയുള്ള അത്തരത്തിലുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുള്ള അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെയാണ്. ഗ്രാഫിക്സിൽ ചില വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ ഈ വാഹനത്തിന് എത്ര റേഞ്ച് ലഭിക്കും, അത് മാത്രമല്ല ഈ വാഹനത്തിൽ ഏത് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടെക്നോളജി എന്താണ്, ബാറ്ററി എന്താണ്, ബാറ്ററിയിൽ വരുന്ന ടെക്നോളജി എന്താണ്, ചാർജിങ് എങ്ങനെയാണ്, എത്ര ശതമാനം ഫാസ്റ്റ് ചാർജ് അതിൽ ലഭിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ശതമാനം ഇത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല മോട്ടർ, ടോർക്ക്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഏതുതരം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്, എത്ര റേഞ്ച് ലഭിക്കും, എന്തായാലും 500 കിലോമീറ്റർ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ 100% സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വലിയ വാഹനങ്ങൾക്ക് മിനിമം ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 500 കിലോമീറ്റർ തന്നെയായിരിക്കും. അവിന്യയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിന്യ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മോഡലാണ്. ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരുപാട് ഡിസൈൻ ലാംഗ്വേജുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള കട്ടിങ് എഡ്ജസ് ആയിട്ടുള്ള ഡിസൈനാണ് മാർട്ടിൻ ഹാരിക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇൻറ്റീരിയറിലൊക്കെ വിസ്മയങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഗ്ലോബൽ ലെവലിൽ വരാൻ പോകുന്ന വാഹന ശൃംഖലയായിരിക്കും അവിന്യ ബ്രാൻഡിൽ വരുന്നത്. അതിനകത്ത് ആദ്യത്തെ വാഹനം എന്നുള്ള രീതിയിൽ അവിന്യ X എന്ന് പറയുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്നാണ്. കാരണം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും വാഹന നിർമ്മാതാക്കൾ അവരുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. തീർച്ചയായിട്ടും ആ ഒരു അവിന്യ ബ്രാൻഡ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്
ടാറ്റ എന്ന് പറയുന്ന പേരിൻ്റെ ടി എന്ന് പറയുന്ന അക്ഷരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ വലിയ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ലോഗോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് പോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പല ഏരിയയിലും കാണാൻ കഴിയും. ഈവൻ ഇൻറ്റീരിയറിലും ഡാഷ്ബോർഡിലും വരെ ആ ഒരു ടി എന്ന് പറയുന്ന ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോയുടെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വാഹനം അവിന്യ സീരീസിൽ വരുന്ന വാഹനങ്ങളാണ്. ടാറ്റ മോട്ടോഴ്സിൽ നിന്നും വരുന്ന പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന വാഹനങ്ങൾ. ഇലക്ട്രിക് കാർ നിങ്ങൾ എപ്പോൾ വാങ്ങിച്ചാലും അത് പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങൾ തന്നെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ചെന്നോട് ചോദിക്കും, അത്തരത്തിലൊരു വാഹനം സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വാഹനം ഏതാണ്? തീർച്ചയായിട്ടും അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. അത്തരത്തിലൊരു വാഹനം വരുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാരണം ഇത്തരം ഒരുപാട് വലിയ വലിയ വാഹനം, ഇപ്പോൾ സിയറ വന്നിട്ടുണ്ട്, അതുമാത്രമല്ല മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര വന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന ഹാരിയർ ഡോട്ട് EV കാണിച്ചിട്ടുണ്ട്, പിന്നെ അവിന്യ. ഇത്തരം വാഹനങ്ങളെല്ലാം വലിയ വിലയുള്ള വാഹനങ്ങളാണ്. കാരണം 20-നും 35 ലക്ഷത്തിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. അത്തരം ഒരു വലിയൊരു വിലയുള്ള വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് എന്താണോ അതിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക് കാർ ഇതുവരെ എക്സ്പോയിൽ കാണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.